ഇതിപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മാത്രമല്ല വഹാബിനെതിരെയും ഇന്നിപ്പോൾ വഹാബ് പറഞ്ഞിരിക്കുന്നു എതിരാളികൾ കടിക്കാനുള്ള വടിയായി മാറിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയെന്ന്. അത് പറയാൻ വഹാബിന് എന്ത് അർഹതയാണുള്ളത്? ഇതേപോലെ തന്നെ വിട്ടുനിന്നിട്ടുണ്ട്, ഒരുമിച്ച് വിട്ടുനിന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വ്യവസായികളുമായുള്ള ബന്ധം, ഈ വിവാഹത്തിൽ പോയ കാര്യം തന്നെ അതൊരു സുപ്രധാനമായ ചടങ്ങാണ് എന്ന മട്ടിൽ പറയുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചും സുപ്രധാനമാണ്. ശ്രീ പി കെ ഫിറോസ്, അതാണ് ഇവിടെ പുറമെ നിന്ന് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വ്യവസായികളുമായും ഈ കച്ചവട താല്പര്യങ്ങൾ അത് പ്രധാനമാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രാഷ്ട്രീയം. അത് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആരോപിക്കാം. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയെക്കുറിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ജനകീയ കോടതിയിൽ നിരന്തരമായി ഞങ്ങൾ വിജയിച്ചു വരുന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട INLന്റെ പ്രതിനിധി നിലവാരമില്ലാത്ത കുറേ ആരോപണങ്ങൾ പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇപ്പോൾ MT രമേശൊക്കെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി വോട്ടിങ്ങിന് ഹാജരായിട്ടില്ല. അപ്പോൾ നരേന്ദ്രമോദി ഹാജരാകാത്തത് BJPയിൽ ഭിന്നാഭിപ്രായമുള്ളത് കൊണ്ടാണ് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ലീഗിനെ തകർക്കുക എന്നുള്ള ഇന്ത്യയിലെ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയം ഏറ്റവും വളക്കൂറുള്ള വേരുള്ള കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഈ മതന്യൂനപക്ഷങ്ങളെ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിൽ നിർത്തുന്നത്. അതിനെ തകർക്കുക എന്നുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ടയുടെ കൂടെയാണ് INLൊക്കെ കഴിഞ്ഞ് 25 വർഷമായി നിലകൊള്ളുന്നത്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. അത്തരം ആരോപണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ INL നിൽക്കുന്നതോ ബാബരി പള്ളി പൊളിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് INL ലീഗിൽ നിന്നും പോയി വേറൊരു INL ഉണ്ടായത്, ഒരു പാർട്ടി ഉണ്ടാക്കിയത്. അതേ INL ഇപ്പോൾ ബാബരി പള്ളി പൊളിച്ച സുഗതൻ്റെ കൂടെ മതിലുണ്ടാക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ സംസാരിക്കുന്നുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് BJPയുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ ലീഗിന് കഴിഞ്ഞില്ല. ആർക്കാണ് കഴിയാതെ പോയത്? നമ്മൾ ചർച്ച ചെയ്യണം സ്മൃതി. ഈ ട്രിപ്പിൾ തലാഖിൻ്റെ ബില്ല് പാർലമെൻറ്റിൽ ഇപ്പോൾ ആദ്യമായിട്ടാണോ പാസ്സായത്? പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് വന്നതാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വോട്ട് ചെയ്യാൻ പോവാത്തതുകൊണ്ടാണ് ഇത് പാസ്സായതെന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. 2017 ഡിസംബർ മാസം 28-ാം തീയതി ഇത് പാർലമെൻറ്റിൽ പാസ്സായതാണ്. അന്ന് വോട്ടെടുപ്പ് പോലും ഉണ്ടായിട്ടില്ല. അന്ന് CPMൻ്റെ നിലപാടെന്തായിരുന്നു? ഞാൻ വായിക്കാം. ആർക്കാണ് പിന്നെ ഈ BJPയുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അന്ന് സമ്പത്താണ് പിന്നെ അന്ന് ഈ ബില്ലിന് പിന്നെ അഭിപ്രായം പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹം പറയാണ്, ഹിയർ ദ ഇൻറ്റൻഷൻ മേ ബി ഗുഡ്, ബട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ദ ഡിജുവർ ആൻഡ് ഡിഫാക്ടോ സിറ്റുവേഷൻ വിൽ ബി എൻറ്റയർലി ഡിഫറൻറ്റ്. അദ്ദേഹം പറയാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണ്, BJPയുടെ ഇൻറ്റൻഷൻ നല്ലതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് പറയുന്നത്, ഇതിൻ്റെ പണിഷ്മെൻറ്റ് പറയുമ്പോൾ മാക്സിമം ഫൈൻ എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല, മാക്സിമം പണിഷ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. whoever pronounces talaq referred to in section 3 upon his wife shall be punished with imprisonment for a term which may extend to 3 years and fine. What is the maximum punishment and fine? അത് പറഞ്ഞിട്ടില്ല എന്നാണ്. മാക്സിമം പണിഷ്മെൻറ്റും ഫൈനും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണെന്ന് 2017 ഡിസംബർ മാസം 28-ാം തീയതി വിൻ്റർ സെഷൻ പാർലമെൻറ്റിൽ ഈ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയാണ് CPM-ഉം സമ്പത്തുമൊക്കെ. ആ പാർട്ടി അന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പാർലമെൻറ്റിൻ്റെ കോറിഡോറിൽ അന്ന് ഈ ബില്ല് ചർച്ച പോലും കൂടാതെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെടുമോ എന്ന് ഭയന്ന് അന്ന് ബിജു ജനതാദളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. വേറെ ആരും എതിർക്കാനുണ്ടായിരുന്നില്ല. അന്ന് പാർലമെൻറ്റിൻ്റെ കോറിഡോറിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട DT മുഹമ്മദ് ബഷീർ സാഹിബും, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് 2 MP-മാർ മാത്രമേ ഉള്ളൂ, പക്ഷേ ആ പാർലമെൻറ്റ് കോറിഡോറിൽ നടത്തിയ ഇടപെടലാണ് പിന്നീട് രാജ്യസഭയിൽ പോലും ഈ ബില്ല് പാസ്സാകാതെ ഇത് ഓർഡിനൻസായി സർക്കാരിന് ഇറക്കേണ്ടി വന്നത്. ആ ചർച്ചകളാണ്, ആ ഇടപെടലാണ് പിന്നീട് ഇക്കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ചർച്ചയുണ്ടായപ്പോൾ CPM-ന് പോലും എതിർത്ത് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തിയത്. ഇതൊന്നും അറിയാതെ ഇപ്പോൾ ആദ്യമായിട്ടാണ് പാർലമെൻറ്റിൽ ഈ ബില്ല് കൊണ്ടുവന്നതെന്നും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് പാസ്സായത് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ നടന്ന രാഷ്ട്രീയ ചർച്ചകളും ആ രാഷ്ട്രീയ ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ള ഉരുത്തിരിയലും അറിയാത്തതുകൊണ്ടാണ്.